നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. നാം കഴിഞ്ഞപ്പോൾ സാഖ്യദർശനത്തിൻ്റെ സാഖ്യയോഗത്തിൻ്റെ അധ്യായം 2 അവസാന ഭാഗങ്ങളിലാണ് നിൽക്കുന്നത്. അവസാന ശ്ലോകമാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. എങ്കിലും അവസാനിപ്പിക്കാതെ പോയത് സമയക്കുറവ് കൊണ്ടാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ബ്രാഹ്മി സ്ത്രീയെക്കുറിച്ചാണ് വർണ്ണിച്ചത്. ഒരുവൻ ബ്രാഹ്മി സ്ത്രീ എങ്ങനെ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ഭഗവാൻ. തുടർന്ന് നമുക്ക് പറയേണ്ട ബ്രാഹ്മി സ്ത്രീ വേദങ്ങളിലും മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മ്യസ്ഥിതി എന്നാൽ അഥർവ വേദത്തിലാണ് ബ്രാഹ്മ്യസ്ഥിതി വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ളത്. അത് വളരെ മനോഹരമായി തന്നെ 2-3 ശ്ലോകങ്ങളിലായി ഭഗവാൻ ബ്രാഹ്മ്യസ്ഥിതിയെക്കുറിച്ച് ഗീതയിൽ പറഞ്ഞു കഴിഞ്ഞു. അഥർവവേദം പഠിക്കാതെ തന്നെ ബ്രാഹ്മ്യസ്ഥിതി ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഭഗവാൻ പറഞ്ഞു. നിഷ്കാമ കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഉജ്ജ്വല വർണ്ണനയാണ് വേദം ബ്രാഹ്മ്യസ്ഥിതിയെക്കുറിച്ച് നൽകിയിട്ടുള്ളത്. അതാണ് വേദ മഹത്വം. ഗീതയിലെ ഓരോ പ്രയോഗത്തെക്കുറിച്ച് അറിയാനും വേദം പഠിക്കേണ്ടതുണ്ട്. കാരണം ഗീത പ്രവചിക്കപ്പെട്ട 5000 വർഷം മുൻപുള്ള ഭാരതത്തിൽ പ്രചലിതമായ വിദ്യാഭ്യാസം വൈദിക ഗുരുകുല പദ്ധതിയായിരുന്നു. അതിനാൽ അക്കാലത്തെ ശബ്ദങ്ങളുടെ അർത്ഥമറിയാൻ വേദശാസ്ത്രത്തിൻ്റെ സഹായം കൂടിയേ കഴിയുമെന്ന് നാം അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഗീതയുടെ 2-ാം അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ, പൂർണ്ണമാകുമ്പോൾ, ഈ അധ്യായത്തിൽ പ്രധാനമായും 2 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു. ഭഗവാൻ പറഞ്ഞു. ശ്ലോകം 10 മുതൽ 39 വരെ സാഖ്യദർശനത്തിൻ്റെ സിദ്ധാന്തങ്ങളും, തുടർന്ന് പതഞ്ജല യോഗ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മയോഗവും വിശദീകരിച്ചിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധി യന്ത്രസമാനമാണ്. കപിലമുനിയും അധ്യവസായോ ബുദ്ധി സാഖ്യദർശനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്ന സൂത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അധ്യവസായോ എന്നാൽ നിശ്ചയം എന്നർത്ഥം. നിശ്ചയം ചെയ്യുക എന്ന വ്യവഹാരം ബുദ്ധിയുടേതാണ്. ബുദ്ധി നിശ്ചയം ചെയ്യാൻ കഴിവില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സാഖ്യയോഗത്തിൽ ഭഗവാൻ ചർച്ചയ്ക്കെടുത്തത്. അങ്ങനെ ഗീതയിൽ വേദാദി ശാസ്ത്രങ്ങളിലെ ആശയങ്ങളും സാഖ്യയോഗ ദർശന വിഷയങ്ങളും ഉപനിഷത്ത് പ്രയുക്തമായ ബ്രഹ്മവിദ്യയും കടന്നു വരുന്നു. നാം അതെല്ലാം ശ്രദ്ധിച്ചു, മനസ്സിലാക്കി. എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ സാഖ്യയോഗമെന്ന അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിച്ചു തുടങ്ങാം. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ സാഖ്യയോഗം നാമ 2ാം അധ്യായ. ഇങ്ങനെ 2-ാം അധ്യായം സമാപിച്ചു. ഏവർക്കും നമസ്കാരം. അടുത്ത അധ്യായം 3-ാം അധ്യായം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിച്ചു തുടങ്ങാം. 3-ാം അധ്യായം അടുത്ത ദിവസം മുതൽ. ഏവർക്കും ശുഭസുദിനം നേരുന്നു. നമസ്കാരം.